ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില ആളുകളിൽ നെഞ്ചരിച്ചിലുണ്ടാകുന്നു, അതുപോലെ വയറിൽ പുകച്ചിലുണ്ടാകുന്നു, വയറുവേദനയുണ്ടാകുന്നു, അതുപോലെ നാക്കിൽ കുരുക്കൾ പോലെ പുണ്ണ് വരുന്നു, അതുപോലെ തന്നെ അവർക്ക് ചില തൊണ്ടയിൽ എന്തോ വന്ന് മുട്ടി നിൽക്കുന്ന പോലെ, തൊണ്ടയിൽ എന്തോ ഒരു തടസ്സം പോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു, അതുപോലെ തൊണ്ടയിൽ ഒരു ചൊറിച്ചിൽ പോലെ, ചില ആളുകൾ ചുമ വരുന്നു, ചില ആളുകൾ ഒരു കഫം പോലെ, ഒരു പതവ പോലെയുള്ള കഫം ഛർദ്ദിക്കുന്നു. ഇതൊക്കെ പലപ്പോഴും ഗ്യാസ്ട്രൈറ്റിസിൻ്റെ അല്ലെങ്കിൽ അസിഡിറ്റിയുടെ ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതശൈലി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണങ്ങൾ തമ്മിലുള്ള ഇടവേളകൾ ഒരു 6 മണിക്കൂറിൽ കൂടുതൽ ഒരിക്കലും നമ്മൾ വൈകിക്കരുത്. കൃത്യമായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ശ്രദ്ധിക്കുക. പല ആളുകളും ബ്രേക്ക്ഫാസ്റ്റ് സമയത്തിന് കഴിക്കാറില്ല. അവരുടെ തിരക്ക് കാരണം, ജോലി തിരക്ക് കാരണം ഒക്കെ പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് കാണാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ കുട്ടികളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ, സ്കൂളിലുള്ള സമയത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ സ്കൂളിലേക്ക് പോകുന്നു. അത്തരം സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.